ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഉപയോഗപ്പെടുന്ന ഒരു അടിപൊളി ഒരു കിടിലൻ ടൂളാണ്. ഇത് ഫോം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. അതായത് ഒരു റെസ്റ്റോറൻറ്റ് ഫീഡ്ബാക്ക് നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ കുറച്ച് കാൻഡിഡേറ്റിൻ്റെ റെസ്യൂമെ കളക്ട് ചെയ്യാൻ ഒരു ഫോം ഡെവലപ്പ് ചെയ്തിട്ട് അത് നമുക്ക് അവരോട് ഷെയർ ചെയ്യുക. അതൊരു വെബ്സൈറ്റ് ഒന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഫോം മാത്രം ഡെവലപ്പ് ചെയ്ത് ഷെയർ ചെയ്യുകയും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാനുള്ള ഒരു ഓപ്ഷനാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഗൂഗിളിൽ പോകുക, form.app എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. അതിൽ കാണുന്ന ലിങ്കിൽ, ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. അവിടെ സൈഡിൽ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഗൂഗിൾ വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അവിടെ ക്രിയേറ്റ് എ ഫ്രീ ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു നമ്മുടെ സൈനിങ്ങിൻ്റെ ഒരു എഗ്രി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് സൈൻ അപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അവിടെ സൈൻ അപ്പ് ചെയ്യുക. സൈൻ അപ്പ് ചെയ്യുമ്പം നമുക്കൊരു ഹോം സ്ക്രീൻ കിട്ടും. അവിടെ നമുക്ക് നമ്മുടെ പർപ്പസ് അത് ചോദിക്കും. ഇത് ഫ്രീ ടൂളാണ്. നമ്മൾ ജസ്റ്റ് പർപ്പസ് കൊടുക്കുക. ഞാനിപ്പം ഇവിടെ നമ്മൾ പേഴ്സണൽ കൊടുക്കുകയാണ്, എഡ്യൂക്കേഷൻ കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ തന്നെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ടീച്ചർ കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫീഡ്ബാക്ക് ഫോമാണ് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏത് ഫോം വേണമെങ്കിലും നമുക്കവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഇത് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് സൈഡ് വരുമ്പോൾ ഏതാണ്ട് ഇവിടെ ക്രിയേറ്റ് ഫോം എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. അവിടെ നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. ജനറേറ്റ് വിത്ത് AI ഉണ്ട്, സെലക്ട് ടെംപ്ലേറ്റ് ഉണ്ട്. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് ഒരുപാട് ടെംപ്ലേറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ജനറേറ്റ് വിത്ത് AI ആകുമ്പോൾ അത് ലൈവായിട്ട് നമുക്കിപ്പം ജനറേറ്റ് ചെയ്ത് തരും. ഏതാണെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ജനറേറ്റ് വിത്ത് AI കൊടുക്കുകയാണ്. നമ്മളിവിടെ വന്നിട്ട് ഒരു ഫീഡ്ബാക്ക് ഫോം, റെസ്റ്റോറൻറ്റ് ഫീഡ്ബാക്ക് ഫോം നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് നോക്കാം. എന്ത് വേണമെന്നാണത് ചോദിക്കുന്നത്. സൈഡിൽ നമുക്ക് ഫീഡ്ബാക്ക് ഫോം ഫോർ റെസ്റ്റോറൻറ്റ് എന്ന് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇതുപോലെ നിങ്ങൾക്ക് കാൻഡിഡേറ്റിൻ്റെ റെസ്യൂമെ ഫോം ആണെങ്കിൽ റെസ്യൂമെ ഫോം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. അതല്ല നമുക്ക് ഇവൻറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവൻറ്റ് രജിസ്ട്രേഷൻ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ജനറേറ്റ് വിത്ത് AI എന്ന് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ദാണ്ട ഒരു ഫോം ഇവിടെ ജനറേറ്റ് ചെയ്ത് അത് തരും. കണ്ടോ? വേണമെങ്കിൽ അതിൻ്റെ സൈഡിൽ റീജനറേറ്റ് ഉണ്ട്. വീണ്ടും ജനറേറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലേ വീണ്ടും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഫോം അത് ജനറേറ്റ് ചെയ്ത്, അങ്ങനെ എത്ര ഫോമുകൾ നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് റീജനറേറ്റ് വേണമെങ്കിൽ അത് കൊടുക്കാം. യൂസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ആയിട്ട് നമ്മുടെ ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോയിലേക്ക് അത് വരും. കണ്ടോ? ഇതിപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോയിലേക്കാണ് അത് ലോഡായിരിക്കുന്നത്. നമുക്കത് ഓരോരോ സെക്ഷൻ വൈസ് സെക്ഷൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ സെക്ഷനായിട്ടാണ് ഇതിൻ്റെ അകത്ത് ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെക്ഷൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ കണ്ടോ, എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ബാക്ക് അടിച്ച് സ്പേസ് അടിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ? ഇതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ താഴെ പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ക്വസ്റ്റ്യൻ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു കോപ്പി പേസ്റ്റ് മെത്തേഡിൽ ഇത് വർക്ക് ചെയ്യും. കണ്ടോ? ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. എന്നിട്ട് അവസാനം ഇതുണ്ട്. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് മുകളിൽ, അത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മളിത് ഷെയർ ചെയ്താൽ മാത്രം മതി. നമ്മൾ ജസ്റ്റ് സേവ് കൊടുക്കുന്നു. അതിനുശേഷം അവിടെ ഷെയർ എന്നൊരു ബട്ടൺ ഉണ്ട്. കണ്ടോ? ഈ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് കിട്ടും. ഇനി നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ ലിങ്ക് എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് വേണ്ടുന്ന ആൾക്കാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ആ ലിങ്ക് കോപ്പി ചെയ്യാനായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. നിങ്ങൾ ആ ബട്ടൺ, രണ്ടാമത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് കോപ്പി ആവും. കണ്ടോ? ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെ വേണം ആർക്കും വേണം ലിങ്ക് വാട്സാപ്പിലോ ഇതിലോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അന്നേരം അവർ ചെന്ന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. മൊബൈലിലാണെങ്കിൽ മൊബൈലിൻ്റെ രീതിയിൽ അത് ലോഡായിക്കോളും. കമ്പ്യൂട്ടറാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ രീതിയിൽ അത് ലോഡാവും. ഈ ഫോമിൽ അവർക്ക് റെസ്പോൺസ്, നമ്മുടെ ഇപ്പോൾ ഇതൊരു ഫീഡ്ബാക്ക് ആയതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ? ഇങ്ങനെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇതുപോലെ നമുക്ക് റെസ്യൂമേയുടെ ഫോമാണ്. റെസ്യൂമിൻ്റെ നമ്മൾ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് ചോദിക്കുന്നത്. അതെല്ലാം ഫില്ല് ചെയ്ത് വിടുക. അതുപോലെ ഇവൻറ്റിൻ്റെ ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം താഴെ പോയിട്ട് സബ്മിറ്റ് കൊടുക്കും. ഈ കസ്റ്റമറാണ് ഇത് ചെയ്യുന്നത്. ഇത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഹോം സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും നമുക്കത് കാണാനും സാധിക്കും. ഇനിയിപ്പോൾ ഈ റെസ്പോൺസുകൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം സ്ക്രീൻ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ മൈ ഫോംസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ആയിരിക്കും അവിടെ കാണുന്നത്. നിങ്ങൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര ഫോംസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അവിടെ സമ്മറി ആയിട്ട് വന്ന് കിടക്കും. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് ഫോം മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴെ റെസ്പോൺസ് 1 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, അത് ഒരാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തന്നെ ചെയ്ത ആ റെസ്പോണ്ടാണ് കാണിക്കുന്നത്. അതിൽ ഞങ്ങൾ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെസ്പോൺസ് കാണാനായിട്ട് പറ്റും. നമ്മളൊരു മെയിൽ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് റെസ്പോൺസ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കോഡിയൂടെയൊക്കെ തന്നെയാണ് റെസ്പോണ്ട് ചെയ്തേക്കുന്നതെന്ന് കാണാൻ പറ്റും. അവരുടെ ആൻസറും അവിടെ കാണാൻ പറ്റും.
ഓരോരുത്തരുടെ ഇങ്ങനെ താഴേക്ക് വരും. ഇതുപോലെ നമുക്ക് റെസ്യൂമേ ആണെങ്കിൽ റെസ്യൂമേയുടെ താഴേക്ക് വരും. അതുപോലെ ഒരു ഇവൻറ്റിൻ്റെ രജിസ്ട്രേഷനാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ഇങ്ങനെ താഴേക്ക് കാണിക്കും. നമുക്ക് ഏത് പർപ്പസിനും ഇത് യൂസ് ചെയ്യാം. ഇതൊരു അടിപൊളി ടൂളാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിന് ഉപകാരപ്പെടും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.